ഇതേപോലെ നിയന്ത്രിക്കാൻ പാടില്ല. എത്രയോ കാര്യങ്ങളാണ് LDF ഗവൺമെൻറ് നേരെ ശ്രീ VD സതീശൻ തന്നെ എത്രയോ ഷാർപ്പായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നേരം ആ വാർത്ത കൊടുത്തരുതയോ പറയുന്ന ആരെങ്കിലും പിന്നെ കോൺഗ്രസ്സുകാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ ഞങ്ങൾ കേസിൽ പെടുത്തിയിട്ടുണ്ടോ? അപ്പോൾ ഇത്ര എനിക്ക് മീഡിയക്കെതിരായിട്ട് കടുത്ത രൂപത്തിൽ സെൻസറിങ് വരികയാണ്. ഈ സർക്കാർ വന്നതിന് ശേഷം വാർത്തകളെ ഔദ്യോഗികമായിട്ട് നീക്കം ചെയ്യുന്നു. ഒരു വിഭാഗം മീഡിയകളൊക്കെ തന്നെ വാർത്ത കൊടുക്കാൻ കഴിയാതെ എങ്ങനെയാണ് കാണുന്നത്? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ LDFൻ്റെയും പാർട്ടിയുടെയും ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു. നമ്മൾ മാത്രമല്ല, പൊതുവിൽ ഈ മേഖലയിലുള്ളവരൊക്കെ പറഞ്ഞിരുന്നു ഇതൊരു അടിയന്തരാവസ്ഥ പോലെയാണ്. ഡിജിറ്റൽ രംഗത്ത് ഒരു അടിയന്തരാവസ്ഥ പോലെയാണ്, സൈബർ അടിയന്തരാവസ്ഥ പോലെയാണ് ഇപ്പോൾ ഇത് വന്നേക്കുന്നത്. അത് സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. നരേന്ദ്രമോദി ഗവൺമെൻറ് ഇടക്കാലത്ത് ചില കാര്യങ്ങൾ ചെയ്തതുപോലെ തന്നെ വന്നു എന്ന് പറഞ്ഞുള്ള ആരോപണമുണ്ട്. ഇത് നിങ്ങളെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കും. ഇപ്പോൾ ഒരു കാര്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യം കൊടുക്കേണ്ടി വരുമല്ലോ. ഓരോ മാധ്യമങ്ങൾ സ്വതന്ത്രമായി നിൽക്കണമെങ്കിൽ അത് കൊടുക്കേണ്ടി വരുമല്ലോ. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കും. മാധ്യമങ്ങൾക്ക് പല്ലും പിന്നെ നഖവും ഒക്കെ പോയി എന്ന് പറയുന്ന പോലെ ഇതേപോലെ നിയന്ത്രിക്കാൻ പാടില്ല. എത്രയോ കാര്യങ്ങളാണ് LDF ഗവൺമെൻറ് നേരെ ശ്രീ VD സതീശൻ തന്നെ എത്രയോ ഷാർപ്പായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നേരം ആ വാർത്ത കൊടുത്തരുതയോ പറയുന്ന ആരെങ്കിലും പിന്നെ കോൺഗ്രസ്സുകാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ ഞങ്ങൾ കേസിൽ പെടുത്തിയിട്ടുണ്ടോ? അപ്പോൾ ഇത്ര എനിക്ക് അടുത്ത മാസം ഈ ദിവസങ്ങളിലാണ് ഇവിടെ എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി ചേരുക. അപ്പോൾ എല്ലാവരും തെരഞ്ഞെടുപ്പ് റിസൾട്ടാണല്ലോ. അപ്പോൾ പ്രദേശം തെരഞ്ഞെടുപ്പ് അതിനുശേഷം എങ്ങനത്തെ ഒരു ചേഞ്ചിനാണ് സാധ്യത? എന്തായിരിക്കും എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി കൂടുമ്പോൾ അല്ലേ ആലോചിക്കത്തുള്ളൂ. വല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്കെതിരായി വോട്ട് ചെയ്ത ആളുകൾ പോലും ഇത് വല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ആയിപ്പോയി, തോറ്റുപോയത് ഘട്ടമായിപ്പോയി, ഇവർ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു അപകടകരമായ ഒരു ഗവൺമെൻറ്റാണ് വരുന്നതെന്ന് ഞങ്ങൾ ചിന്തിച്ചില്ല എന്ന് ആളുകൾ പറയുന്നുണ്ട്. വല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായി എന്ന് UDF നോട്ട് ചെയ്തവർ പറയുന്നുണ്ട്. ഞങ്ങൾ സംഘടനാപരമായി ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ആ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ സംഘടനാപരമായി ഞങ്ങളുടെ ജനകീയമായ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ ആലോചിക്കും. അതിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോഴേ ആലോചിക്കത്തില്ലല്ലോ, ആ കമ്മിറ്റി വരുമ്പോഴത്തേക്കാണ്. അതിനെ പറ്റിയൊക്കെ നേരത്തെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായാലും കേരളത്തിലെ ജനങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ ജനകീയമായ കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആയിരിക്കും, എക്സ്റ്റൻഡഡ് മീറ്റിംഗ്. പാർട്ടി അതിനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. അതിനകത്ത് തീരുമാനങ്ങളും സംഘടനാ കാര്യങ്ങളും ചർച്ചകളൊക്കെ അവിടെ വരത്തില്ല.